അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുദർശനത്തിന് അനുഭവപ്പെടുന്നത് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 3 മണി മുതൽ വിഷുക്കണി ദർശനം ആരംഭിച്ചു. ഉച്ചപൂജയ്ക്ക് മുന്നോടിയായി ഒരിക്കൽ കൂടി തിരുവാഭരണ വിഭൂഷിതനായ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിക്കാനാകുമെന്നതും ഇന്നത്തെ പ്രത്യേകതയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഇന്ന് വിഷു ദർശനത്തിനും ഈ വിഷു ദിവസം ശ്രീകൃഷ്ണസ്വാമിയെ തൊഴുന്നതിനുമെല്ലാമായി വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഉള്ളത്. പുലർച്ചെ 3 മണിയോടെയാണ് വിഷു ദർശനം ആരംഭിച്ചത്. അത് ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇപ്പോഴും ഇവിടെ ക്യൂ നിന്ന് ശ്രീകൃഷ്ണസ്വാമിയെ തൊഴുന്നതിനുള്ള ആ ഒരു കാത്തിരിപ്പിൽ അതിനുവേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഒരു പ്രതിഷ്ഠാ സങ്കല്പം തന്നെ പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വലത് കൈയിൽ ചെമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവും വഹിച്ചുകൊണ്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഉച്ചപൂജ സമയത്ത് ഇവിടുത്തെ അമ്പലപ്പുഴ പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം നൂരുന്നതിനായി ഗുരുവായൂരപ്പൻ ഇവിടെ എത്തും എന്ന ഒരു വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചുള്ള പൂജകളുമാണ് നടക്കുന്നത്. ഇന്ന് വിഷു ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ട്. ശ്രീബലി പ്രത്യേകമായി നടത്തുന്നു. ആ രീതിയിലുള്ള വിവിധ പൂജകൾ, വിളക്ക് എല്ലാം തന്നെയുണ്ട്. ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് അടക്കമാണ് നടക്കുന്നത്. ഇതെല്ലാം കാണുന്നതിനുള്ള ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷയോടുള്ള പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പാണ് ഈ ഓരോ വിഷുദിനത്തിലും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തരെ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇവിടെ അടുത്തുനിന്നാണോ? അത് കരുവാറ്റ. എല്ലാ വർഷവും വിഷുദിനത്തിൽ ഇവിടെ വരുമ്പോഴൊരു മനസ്സിന് നല്ല ഉണർവും സന്തോഷവും സമാധാനവും തന്നെയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇവിടെ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ച് പ്രാർത്ഥനയോടെ മടങ്ങാനായി എത്തുന്നത്. നമുക്ക് ഇത്തരം ഭക്തരെ, അത് മണിക്കൂറുകൾ ക്യൂ നിന്ന് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലൊരു ദർശനം നടത്തുന്നത്. അതിൽ ഭക്തരോടെ തന്നെ നമുക്ക് ചോദിക്കാം, എവിടെ നിന്നാണ് വരുന്നത്? വാടയ്ക്കൽ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷമൊന്നും ഇല്ല. അങ്ങനെയാണ് ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടെ എത്തി ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ച് മടങ്ങുകയാണ്. ഇത് വിഷുക്കണി പ്രത്യേകമായും പുലർച്ചെ 3 മണിയോടെ ഒരുക്കിയ വിഷുക്കണി ദർശനം അത് ഇപ്പോഴും തുടരുന്നു. അത് കണ്ടു തൊഴുന്നതിനും ഒപ്പം ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ച് മടങ്ങുന്നതിനുമുള്ള ഒരു ഭക്തരുടെ തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്.